ിലെത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഇന്ന് മുംബൈയിലുണ്ട്. റായ്ബറേലിയിൽ പ്രചാരണത്തിനെത്തുന്ന സോണിയാഗാന്ധി SP അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി വേദി പങ്കിടും. ER രാഗേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാഗേഷ്, അങ്ങനെ അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തുകയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ അത് ഏറ്റവും ഒരു മൂർധനാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മളിനി ഒരു കൗണ്ടിങ്ങിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അപ്പോൾ എന്താണ് ഈ ഒരു ഓൾ സ്റ്റാർ ക്യാമ്പയിനാണോ പാർട്ടികൾ നടത്തുന്നത്? അതെ എൽദോ, കാരണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അങ്ങനെ 49 മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ വോട്ട് തേടി കളത്തിലുണ്ട്. കാരണം മുംബൈ, മഹാരാഷ്ട്രയിലെ 48 മണ്ഡലങ്ങൾ, അതിലിനി അവശേഷിക്കുന്ന അവസാന ഘട്ടത്തിലാണ് ഇനി വോട്ടെടുപ്പ് മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്നത്. 13 മണ്ഡലങ്ങൾ. ആ 13 മണ്ഡലങ്ങളുടെ പ്രത്യേകത മുംബൈ നഗരപ്രദേശങ്ങളിലെ മണ്ഡലങ്ങളിലാണ്, ഭൂരിഭാഗം മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നതെന്നാണ്. ആ മണ്ഡലങ്ങളുടെ പ്രത്യേകത 2 ശിവസേനകൾ തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്നു. അതായത് ശിവസേനയുടെ പിളർപ്പിന് ശേഷം നടക്കുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആരായിരിക്കും യഥാർത്ഥ ശിവസേന എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് സേനകളെ സംബന്ധിച്ചിടത്തോളം. കാരണം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ ഭരിക്കുന്ന ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേനയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏതായാലും അതിൻ്റെയൊക്കെ ഒരു ഈ റിസൾട്ട് സ്വാഭാവികമായും അതിലൊക്കെ തന്നെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ വാശിയേറിയ പ്രചാരണമാണ് മുംബൈയിൽ നടക്കുന്നത്. 13 മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിൽ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് UP നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് 14 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. അതിൽ വാശിയേറിയ അല്ലെങ്കിൽ VIP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട് എന്നതാണ് പ്രത്യേകത. റായ്ബറേലി നമുക്കറിയാം, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം, ഒപ്പം സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠി, ഇത് കൂടാതെ ലക്നൗ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന മണ്ഡലമാണ്. ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, VIP സീറ്റുകൾ ഈ അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം അരവിന്ദ് കെജ്രിവാളും ഇന്ന് മുംബൈയിലുണ്ട്. മുംബൈയിൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയാണ് കെജ്രിവാൾ വോട്ട് ചോദിച്ച് എത്തുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ശരത് പവാർ, ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കളുമൊക്കെയായി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വേദി പങ്കിടും. MNS നേതാവ് രാജ് താക്കറെക്കൊപ്പമുള്ള പരിപാടിയിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുക. UP യിലേക്ക് വരികയാണെങ്കിൽ സോണിയാഗാന്ധി ഇന്ന് ആദ്യമായി റായ്ബറേലിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിന് എത്തുന്നു എന്നാണ് പ്രത്യേകത. ഒപ്പം അമിത്ഷാ BJPക്ക് വേണ്ടി റായ്ബറേലി മണ്ഡലത്തിലുണ്ട്. 2ാം തവണയാണ് ഈ ആഴ്ച അമിത്ഷാ മണ്ഡലത്തിൽ എത്തുന്നത്. അങ്ങനെ വാശിയേറിയ പ്രചാരണമാണ് ഈ അവസാന ദിനത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ചാം ഘട്ട പരസ്യ പ്രചാരണം അത് നാളെ അവസാനിക്കുകയാണ്. 49 മണ്ഡലങ്ങളാണ് വിധി എഴുതാൻ പോകുന്നത്. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.